Hey guys, welcome to the most underrated podcast in Malayalam, After Hours Malayalis. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവരെ സെറ്റിന് പറ്റിയത്. അത് വീഡിയോ പോഡ്കാസ്റ്റിൽ വീഡിയോ പോഡ്കാസ്റ്റിൽ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇവരെ സെറ്റൊക്കെ ആകെ മാറിയല്ലോ, മൊത്തം എൻഹാൻസ് ആയല്ലോ എന്നൊക്കെ. സോ ഞങ്ങൾ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞങ്ങളൊരു 4 എപ്പിസോഡ് മുന്നേ പറഞ്ഞിരുന്നു ഞാനും ജയാനും വേർപിരിയാണ്. ജയാന് ഞാൻ ആ പാട്ട് കൊണ്ട് പാടണോ? പിരിയുന്നു. ബൈ ദ വേ, ജയാൻ അന്ന് ചെറിയ മൂളക്കം പോലെ ഒരു പാട്ട് പാടിയപ്പോ കുറെ ആൾക്കാർ കോംപ്ലിമെന്റ് ഒക്കെ ചെയ്ത് ജയാൻ അടിപൊളിയായി പാടുണ്ട് എന്നൊക്കെ. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്ക് തോന്നില്ല, കാരണം സാഹിൽ അത്രയും നന്നായി പാടിയിട്ട് നമ്മള് സ്കൂളിൽ കളിയാക്കിയതാ, എന്നിട്ട് ഇതിനൊക്കെ കോംപ്ലിമെന്റ്. ഫാൻസ് ഉണ്ടായാലും അങ്ങനെയാണ്, എന്തും അപ്പം ഞങ്ങള് ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ജയാന് വേർതിരിഞ്ഞു പോയി. ഞങ്ങളിപ്പോ ഞാൻ കിച്ചണർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്റെ അവിടുന്ന് 1.5-2 മണിക്കൂർ മാറി ടൊറോണ്ടോ എന്നുള്ള ഒരു നഗരത്താണ് ജയാനും ജയാന്റെ ബ്രദറും മൂവ് ഔട്ട് ചെയ്തത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മയത്. നീ ഇൻട്രോ ചെയ്യാൻ സമ്മതിക്കുമോ? ഇതും കൂടി ഒന്ന് കഴിയട്ടെ. അതായത് നമ്മള് ഏതൊരു റീലില് മറ്റേ ടൊറോണ്ടോ പറഞ്ഞപ്പോ കമന്റിൽ വന്നിട്ട് ഒരാള് അത് ടൊറോണ്ടോ എന്നല്ല, ആക്ച്വലി ഇറ്റ്സ് പ്രൊനൗൺസ് ട്രോണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പഠിപ്പിക്കാതെ. അല്ല, ഞാന് ഇപ്പൊ ട്രോണോന്നേ പറയാറുള്ളൂ, ബിക്കോസ് ഐ എം എ ലോക്കൽ. ഞാനിപ്പോ ഇവിടുത്തെ ലോക്കലായി. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞങ്ങളെ ഫസ്റ്റ് എപ്പിസോഡാണ് ജയാന്റെ പുതിയ അപ്പാർട്ട്മെന്റിന്ന്. സോ അതാണ് ഈ ഒരു എൻഹാൻസ്മെന്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ 28 ദിവസത്തിന് ശേഷമാണ് ഞാനും സെമീറും കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോങ് ഡേയ്സ്. അതെ, ഞാൻ പല പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റാത്ത പല സ്റ്റോറീസ് ഞാൻ ഓൾറെഡി സെമീറിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റുന്ന സ്റ്റോറീസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തൊക്കെയാണ് ജയന പുതിയ ടൊറോണ്ടോയിലെ വിഷയങ്ങൾ? അല്ല, എല്ലാം രണ്ട് സെയിമാ, വിഷയങ്ങളും വിശേഷങ്ങളും.